ജനുവരി 20. ചെറുതും വലുതുമായ അനവധി തിരുനാളുകൾ ആഘോഷിക്കുന്ന വിശുദ്ധമായ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നതാണ് കത്തോലിക്ക സഭയിൽ. മലയാളികളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ, വളരെ ആഹ്ലാദത്തോടും ആവേശത്തോടും കൂടെ ആഘോഷിക്കാൻ ഇടവരുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മലയാളികളുടെ മനസ്സിൽ ഇത്രയുണ്ട് ആവേശം വിശുദ്ധ സെബസ്ത്യാനോസ് വിതറാൻ ഇടവന്നത് എന്ന്. എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് ചിന്തകൾ, രണ്ട് കാരണങ്ങളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്ന് ജനകീയമായ ഒരു കാരണമായിട്ട് അനുഭവപ്പെടാം, മറ്റൊന്ന് രചനാത്മകമായിട്ടുള്ളൊരു കാരണമായിട്ടും അനുഭവപ്പെടാം. ജനകീയ കാരണം എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നുള്ള സംരക്ഷണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണോ ഇത്ര കണ്ട് ആവേശത്തോടുകൂടെ ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് ചിന്തിക്കാം. പക്ഷേ പകർച്ചവ്യാധിയും ഈ വിശുദ്ധനും തമ്മിലുള്ള ബന്ധം എത്ര കണ്ട് ചരിത്രപരമാണ്, വസ്തുതാപരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്താൻ ഇടവരേണ്ടതുള്ളതുകൊണ്ട്, അത് ജനകീയമായൊരു ഉത്തരവുമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കണില്ല. എന്താണ് ഈ രചനാത്മകമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയാണ്, മലയാളികൾക്ക് വീരാരാധന ഇഷ്ടമാണ്. സാഹസികത കാണിക്കാൻ മലയാളികൾക്ക് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണത്. പണ്ടത്തേക്കാൾ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്നുള്ളത് നമ്മളൊരു വിധത്തിൽ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടും കൂടിയല്ലേ വടക്കൻ പാട്ടുകൾ എന്നുള്ള രീതിയിൽ ഒരു സാഹിത്യ രൂപം തന്നെ മലയാളത്തിൽ ആവിർഭവിക്കാനും വളരെ സജീവമായി ഇന്നും നിലനിൽക്കാനും ഇടവന്നിട്ടുള്ളത്. ആ സാഹിത്യത്തിൽപ്പെട്ടതാണ് ആരോമൽ ശേഖരും ഉണ്ണിയാർച്ചയും ഒക്കെ. എന്തുമാത്രം സാഹസികതയും ധീരമായ നിലപാടുകളും അവർ ജീവിതത്തിൽ എടുത്തു എന്നുള്ളത് ഇന്നും മലയാളികൾ പാടി രസിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയും മലയാളികൾക്ക് ഇഷ്ടമാണ്. കടമത്ത് കത്തനാരും മലയാളികൾക്ക് ഇഷ്ടമായിട്ടുള്ള താരമായിട്ട് നിലനിൽക്കുന്നു. എന്തിനേറെ കാട്ടുകള്ളൻ വീരപ്പനെ പോലും ആരാധിക്കുന്ന മലയാളികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു തരം സാഹസികത, ഒരു തരം വീരാരാധന മലയാളികൾക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ സാഹസികതയും വീരാരാധനയും തമ്മിൽ ഈ വിശുദ്ധൻ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, അത് ആരംഭിക്കുന്നത് വിദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗോൾ എന്ന പ്രദേശത്താണ് അത് ആരംഭം കൊള്ളുന്നത്. അവിടെയാണ് ഈ വിശുദ്ധൻ ജനിക്കാൻ ഇടവന്നത്. 257 അത് സംഭവിച്ചത് എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഗോൾ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ബാല്യകാലവും ശൈശവവും കൗമാരവും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ലഭ്യമായിട്ടുള്ള ചരിത്രരേഖകളിൽ നമുക്ക് അജ്ഞാതമാണ്, അറിഞ്ഞുകൂടാ. അറിയാവുന്നിടത്തോളം സാഹചര്യങ്ങളെയും അനുസരിച്ച് നാം അതിനെ മനനം ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ലഭ്യമായിരിക്കുന്ന അന്നത്തെ വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു കാണണം. പക്ഷെ ചെറുപ്പം മുതലേ അദ്ദേഹം വളരെ വളരെ ചുണക്കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ധരിക്കുന്നത്. സാഹസികത കാണിക്കാൻ വേണ്ടിയിട്ട് തിടുക്കം കാണിക്കുന്നൊരു പ്രകൃതി, ചടുലമായിട്ടുള്ളൊരു പ്രകൃതി, ഉദാത്തമായിട്ടുള്ളൊരു ചിന്ത, സൂക്ഷ്മദൃഷ്ടി, ഇതൊക്കെ ആ യുവാവിലുണ്ടായി കാണണമെന്നാണ് എന്റെ ധാരണ. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ യേശുവിനെ പറ്റി കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. യേശുവിനെ കൂടുതൽ മതിക്കാൻ ഇടവന്നത് യേശു മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിക്കാൻ വേണ്ടി അടികൊള്ളാൻ ഇടവന്നു.
അങ്ങനെ കുരിശിൽ കിടന്ന് പെട്ടെന്ന് മരിക്കാനിടവന്നവനാണ് യേശു എന്നുള്ള ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിന് ആവേശം കൊടുക്കാൻ ഇടവന്നു ചെറുപ്പത്തിൽ മുതലേ. ഇങ്ങനെ ഒരു മനസ്സാണ് സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഈ മനസ്സിനോടുകൂടി വളർന്നു വന്ന സെബാസ്റ്റ്യൻ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഭ്യമായിട്ടുള്ള ഒരു ജോലിയിലൊക്കെ പ്രവേശിച്ച് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വയസ്സ് അന്ന് 24 വയസ്സിലേക്ക് കടന്ന ആ അവസരത്തിലാണ് അദ്ദേഹം മനസ്സിലാകുന്നത് ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന റോമ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കാൻ ഇടവരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികള് മർദ്ദനമേൽക്കാൻ ഇടവരുന്നു. രാജാക്കന്മാരെ അവരെ മർദ്ദിക്കുന്നു, അവരെ വധിക്കുന്നു, എല്ലാ തരത്തിലും പീഡനങ്ങൾ ഏൽക്കാൻ ഇടവരുന്നുവല്ലോ എന്നുള്ള ആ അറിവ് വളരെയേറെ വേദനയാണ് സെബാസ്റ്റ്യനിൽ ഉണ്ടാക്കിയത്. അദ്ദേഹം യേശു ക്രിസ്തുവിനെ വളരെ വളരെ താല്പര്യത്തോടുകൂടെ ഉള്ളിന്റെ ഉള്ളില് ആരാധിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. ഈ ആരാധനയുടെ ഭാവം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചവരാണ് യേശു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെബാസ്റ്റ്യന് ഇത്ര കണ്ട ആവേശം ജീവിതത്തിൽ യേശു പ്രദാനം ചെയ്യാനിട വന്നത്. ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നു എന്ന് കേട്ടപ്പോ സെബാസ്റ്റ്യന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കടന്നു വന്നത്, ഞാൻ ഇപ്പോൾ കിട്ടിയ ജോലി ചെയ്താൽ അതിനേക്കാൾ നല്ലത് ഞാൻ റോമിൽ ചെന്ന് പട്ടാളത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ, മർദ്ദനത്തിൽ പെടുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാൻ അതൊരു അവസരമാകില്ലേ എന്നൊരു ചിന്തയാണ് സെബാസ്റ്റ്യന്റെ മനസ്സിലേക്ക്, യുവാവായ സെബാസ്റ്റ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സെബാസ്റ്റ്യൻ ജോലി രാജിവെച്ചുകൊണ്ട് റോമിലേക്ക് ചെല്ലുകയാണ്. അത് 280 വർഷം. അങ്ങനെ ആ വർഷത്തിൽ ചെന്നപ്പോ ആ രാജ്യത്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു മാക്സിമിയൻ ചക്രവർത്തി. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ ഒട്ടും പുറകിലല്ലായിരുന്നു. ക്രിസ്ത്യാനികളാണോ പുറത്തു കാണാൻ പാടില്ല, അവരെ മതാനുഷ്ഠാനങ്ങളൊക്കെ രാഷ്ട്രത്തിന്റെ പേരിൽ മുടക്കിയിരിക്കുന്ന അവസരം അവരെയൊക്കെ ചിലപ്പോൾ റോട്ടിൽ വധിക്കാനിടവരുന്നു. അങ്ങനെ വധിച്ചിട്ടുള്ള അവരുടെ ശവശരീരങ്ങളൊക്കെ മരത്തിന്റെ മുകളിൽ കെട്ടിഞ്ഞാത്തിയിട്ട് പക്ഷികളൊക്കെ തിന്നാൻ ഇടവരുന്നു. മറ്റു മൃതശരീരങ്ങളൊക്കെ വന്യജീവികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊളോസിയത്തിൽ വളർത്തുന്ന മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണമായിട്ട് തീരുന്നു ക്രിസ്ത്യാനികള്. വളരെയേറെ വേദനയാണ് സെബാസ്റ്റ്യനുണ്ടായത്. സെബാസ്റ്റ്യൻ ഒരു ഇന്റർവ്യൂവില് സംബന്ധിക്കാൻ ഇടവന്നു. സൈന്യ സേവനത്തിൽ ചേരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അതിൽ സൈന്യത്തിലെ ആളുകളെ എടുക്കുന്നു എന്ന് സെബാസ്റ്റ്യന് മനസ്സിലായി. സൈന്യ സേവനം സെബാസ്റ്റ്യന് ഇഷ്ടമായിട്ടുള്ളൊരു ജോലിയല്ല. എങ്കിലും സൈന്യത്തിൽ ഇടപെട്ടാൽ ഈ മർദ്ദനം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്പെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുമല്ലോ, അവരെ സഹായിക്കാനുള്ള തുറവുകള് ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം ആ അഭിമുഖത്തിൽ സംബന്ധിച്ചു. മാക്സിമിയൻ ചക്രവർത്തി അദ്ദേഹത്തെ സൈന്യത്തിൽ എടുക്കാൻ ഇടവന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ ദൃഢത, അദ്ദേഹത്തിന്റെ ചടുലമായ പ്രകൃതി, അദ്ദേഹത്തിന്റെ ധീരമായിട്ടുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയൊക്കെ കണ്ടപ്പോ പട്ടാളത്തിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തില് അദ്ദേഹത്തിന് ജോലി കിട്ടി. അങ്ങനെ അദ്ദേഹം പട്ടാളത്തിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോമിലാണ് അദ്ദേഹം പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ മാക്സിമിയൻ ചക്രവർത്തി നാട് നീങ്ങി. പിന്നീട് വന്ന ആളാണ് ഡയോക്ലേഷ്യൻ ചക്രവർത്തി. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. കൂടുതൽ കൗശശാലിയായിട്ടുള്ള ഭരണാധികാരിയാണ്. തന്ത്രശാലിയായുള്ള ഭരണാധികാരിയാണ്. ബുദ്ധിപൂർണ്ണതയുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം മതമർദ്ദനത്തിന് മുൻപന്തിയിലാണ്. അദ്ദേഹം ഒരു ഓർഡർ കൊടുത്തു, ഷൂട്ട് അറ്റ് ദി സൈറ്റ്. കണ്ട വെട്ടിവെക്കാം. അന്ന് വെടിയില്ല. കണ്ട വെട്ടാം, കഴുത്ത വെട്ടാം. ആരെ? ക്രിസ്ത്യാനിയാണോ എന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിന്റെ പേരില് പുറത്തു കണ്ടാൽ തലവെട്ടിക്കോ. ഇത്രയും കർശനമായിട്ടുള്ള ഒരു നിലപാടാണ് ഡയോക്ലേഷ്യൻ റോമിൽ സ്വീകരിച്ചത്. ആ അവസരത്തിലാണ് സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധ ഡയോക്ലേഷ്യൻ
ചക്രവർത്തിയിൽ വന്നു ചേരുന്നത്. സെബാസ്റ്റ്യന്റെ പ്രവർത്തന ശൈലിയും വളരെ വളരെ ആത്മാർത്ഥതയോടും ഉള്ള ആ പ്രവർത്തന ശൈലി കണ്ടപ്പോ ഡയോക്ലേഷ്യൻ ചക്രവർത്തി സെബാസ്റ്റ്യനെ വിളിച്ച് സൈന്യത്തിൽ വളരെ സൈന്യാധിപന്റെ ജോലിയാണ് സെബാസ്റ്റ്യന് ഡയോക്ലേഷ്യൻ ചക്രവർത്തി കൊടുത്തത്. അതൊരു തരത്തിൽ ഉപകാരമായി എന്ന് സെബാസ്റ്റ്യന് തോന്നി. സൈന്യാധിപനായിട്ടുള്ള സെബാസ്റ്റ്യനെ അതിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ സേവനം ചെയ്യാനുള്ള തുറവുകളാണ് സെബാസ്റ്റ്യൻ അന്വേഷിച്ചത് ക്രിസ്ത്യാനികൾക്ക്. ആ അവസരത്തിലാണ് അന്നത്തെ സഭാ നേതൃത്വം വളരെയധികം വേദനയോടുകൂടെ ഈ ക്രിസ്ത്യാനികളുടെ ശവശരീരങ്ങളെ പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും വിട്ടുകൊടുക്കുന്നതിനുള്ള വേദന, മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു ഇടം അത് പരസ്യമായിട്ട് അനുവദിക്കില്ല ഗവൺമെന്റ്. അതുകൊണ്ട് ഭൂമിയുടെ ആഴത്തിലെ വലിയ മാളങ്ങളുണ്ടാക്കി ഭൂഗർഭാലയങ്ങൾ നിർമ്മിക്കാൻ സഭാധികാരികൾ പോലും വളരെ വളരെ രഹസ്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടി ചേർന്ന് ഭൂമിയിൽ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഇടവന്നു. അങ്ങനെ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഭൂമി ഓരോരുത്തരും ഒക്കെ ദാനം ചെയ്യാൻ ഇടവന്നു. അങ്ങനെ ദാനം ചെയ്ത കൂട്ടത്തിലാണ് സെന്റ് സിസിലി, വിശുദ്ധ സിസിലിയുടെ പിതാവിന് അന്നൊരുപാട് ഭൂമി റോമിന്റെ പ്രാന്തപ്രദേശത്തുണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയിലെ അദ്ദേഹം രഹസ്യത്തിൽ ജീവിക്കാൻ ഇടവരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൂമി മുഴുവനും സഭാധികാരികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ ആ ഭൂമി ഏക്കർ കണക്കിന് ഭൂമിയായി. ഇവരെല്ലാവരും കൂടി അങ്ങനെ രാത്രി കൂട്ടിയിരുന്നിട്ട് തുളച്ച് തുറന്ന് വലിയ വലിയ ഗുഹകളുണ്ടാക്കി. അതാണ് പിന്നീട് ഭൂഗർഭാലയമായിട്ട് തീർന്നത്. കാറ്റക്യൂംബ് എന്ന് പറയും. ഇന്നും റോമിന്റെ പ്രാന്തപ്രദേശത്ത് ഈ ഭൂഗർഭാലയമുണ്ട് മക്കളെ. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. എന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ഇടവന്നിട്ടുള്ള നിമിഷങ്ങളാണത്. അങ്ങനെ ആ ഭൂഗർഭാലയം എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ, വധിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അറകളായിട്ടാണ് ആദ്യം അത് രൂപകൽപ്പന ചെയ്തത്. ഈ അവസരത്തിലായിരുന്നു സെബാസ്റ്റ്യൻ സൈന്യാധിപനായിട്ട് അവരോധിതനാകുന്നത്. ആ സൈന്യാധിപന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ അതിലെ ഈ ഭൂഗർഭാലയത്തിലെ ആളുകൾ അവിടെ വന്ന് രഹസ്യത്തിൽ താമസിക്കാൻ വേണ്ടി പ്രചോദനം നൽകി. അങ്ങനെ ആളുകള് ഒളിവിൽ താമസിക്കുന്ന ഒരു മാളങ്ങളായിട്ട് തീർന്നു ഈ ഭൂഗർഭാലയം. വലിയൊരു ക്രിസ്തീയ കൂട്ടായ്മ അവിടെ രൂപം കൊണ്ടു. ആ കൂട്ടായ്മയുടെ വലിയ നായകൻ സെബാസ്റ്റ്യനായിരുന്നു. മറ്റൊരു നായകൻ കലിസ്റ്റസ് എന്ന് പറയുന്ന മറ്റൊരു നായകൻ. അങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ അതങ്ങോട്ട് പരന്നു. ഇവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് അവിടെ ഒരു ക്രിസ്തീയ കൂട്ടായ്മയുണ്ടായി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലെ. ഈ കൂട്ടായ്മയെ പറ്റിയാണ് ആദിമ ക്രൈസ്തവ സമൂഹം എന്നൊക്കെ പറയുന്ന ആ ക്രൈസ്തവ സമൂഹമാണ് ഈ ഭൂഗർഭാലയത്തിലാണ് അവര് അധികമായിട്ട് വളർന്നത്. അപ്പൊ പുറത്ത് അവർക്ക് നടക്കാൻ പാടില്ല. അവർ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനില്ല, ഉടനെ വധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന്റെ ഇടയിൽ പുറത്തുള്ള മതമർദ്ദനത്തിന്റെ അടിസ്ഥാനത്തിലും കൂടി അവർ ഒന്നിച്ച് ഈ ഭൂഗർഭാലയത്തിൽ വന്നുകൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അപ്പം മുറിക്കൽ ശുശ്രൂഷകളും സെബാസ്റ്റ്യൻ അവരോട് സംസാരിക്കാനും കലിസ്റ്റസ് അവരോട് ഉപദേശിക്കാനും അങ്ങനെ രണ്ടുപേരുടെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടായ്മ ഭൂഗർഭാലയത്തിൽ ഉണ്ടായി. അവിടെ വെച്ച് മരിക്കുന്ന ആളുകളെ അവിടെ തന്നെ സംസ്കരിക്കാൻ ഇടവരുന്നു. സെന്റ് സിസിലിയുടെ അപ്പന്റെ സ്വത്താണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. അതുകൊണ്ട് സിസിലി മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രീകരണം ഭൂഗർഭാലയത്തിൽ ഇന്നുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ സിസിലിയെയും മറവ് ചെയ്ത് ഭൂഗർഭാലയത്തിലാണ്. ഇങ്ങനെ ആ കൂട്ടായ്മ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്റെ ഭാവനയിൽ കണ്ട ഒരു ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് തുല്യമായിട്ടുള്ളൊരു ക്രൈസ്തവ കൂട്ടായ്മയായിട്ടാണ് അവിടെ വളർന്നു വന്നത്. ഇതാണ് യേശുക്രിസ്തു തന്റെ ഭാവനയിൽ കണ്ട കത്തോലിക്കാ സഭ.
എല്ലാവരും ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. അവർക്ക് സ്വത്തായിട്ട് ഓരോരുത്തർക്കും സ്വത്ത് ഒന്നുമില്ല, എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വത്ത്, പൊതുവായിട്ട് എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹശാലികള്. അവിടെ അസൂയയില്ല, അവിടെ കുനിപ്പില്ല, അവിടെ വക്രതയില്ല, അവിടെ ഏഷണിയില്ല. അവിടെ ഉള്ളത് നല്ല മനസ്സ്, അവിടെ ഉള്ളത് ഒരുമ, അവിടെയുള്ളത് എല്ലാവരെയും ഒന്നിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീഷ്ണത. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഉറക്കുന്നവരാരുമില്ല, ഒക്കെ ഉത്സാഹശീലം. കാരണം പുറത്ത് മതമർദ്ദനം, അകത്ത് ഒന്നിച്ച് ദൈവത്തിന്റെ പേരിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോ ആ നിമിഷങ്ങൾ അനർഘ നിമിഷങ്ങളായിട്ട് തീരുന്ന അവസരങ്ങള്. സഭയുടെ തുടക്കം അങ്ങനെയാ. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള തനിമ, യഥാർത്ഥത്തിലുള്ള വശ്യശക്തി ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പുറത്ത് എതിരാളികള്, പുറത്ത് നമ്മളെ എതിർക്കുന്നു എന്ന് മനസ്സിലാകുമ്പോ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ വളരെ എളുപ്പ, ഭിന്നതകൾ മറക്കാൻ എളുപ്പ, ഒന്നിക്കാൻ വളരെയധികം നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിക്കാൻ അത് സഹായകമാണ്. 1959 ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ആ 1959 മെയ് ജൂൺ മാസങ്ങളില് വിമോചന സമരം എന്ന് പറയുന്ന ഒരു അഭ്യന്തര യുദ്ധം തന്നെ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട അവസരം. അതിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് വരിച്ച് ഞാൻ ജയിലിൽ കിടക്കുകയാണ്, വിയ്യൂർ സെൻട്രൽ ജയിലിൽ. ഞങ്ങൾ 42 പേരുണ്ടെന്ന്. 42 പേരില് എല്ലാതരം വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികൾ തന്നെ എല്ലാ രീതിയിൽപ്പെട്ടവരുണ്ട്, സൂറോ മലബാറുണ്ട്, സൂറോ മലങ്കരയുണ്ട്, ലത്തീരുണ്ട്, ഇനി അതിന് തന്നെ പറഞ്ഞാൽ ദളിതരുണ്ട്. ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരൊക്കെ കൂടി ഒന്നിച്ചൊരു മുറിയില്ല കെടുക്കാൻ വേണ്ടിയിട്ട് ചാക്ക്. അത് മെയ് ജൂൺ മാസങ്ങളിൽ പൊരിഞ്ഞ മഴ, ഈ മഴയത്ത് കുതിർന്നിട്ടുള്ള ചാക്കാണ് നിങ്ങൾക്ക് കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ ആകെ കൂടി ഒരു അലൂമിനിയം പാത്രം, ഈ അലൂമിനിയം പാത്രമാണ്. ഭക്ഷണം കഴിക്കണം, തലോണിയായിട്ട് അത് ഉപയോഗിക്കണം. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ഭക്തഗീതങ്ങൾ പാടാൻ വേണ്ടിയിട്ടുള്ള വാദ്യഘോഷ കരുപോലുമായിട്ട് പോലും ഈ അലൂമിനിയം പാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊട്ടിയിട്ട്. അവിടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ അതിന്റെ തീഷ്ണത ഇന്ന് പോലെ എന്റെ മനസ്സിലേക്ക് താളം കെട്ടി വരിക. 1959 നടക്കുകയാണ്. അവിടെ എല്ലാവരും ക്രിസ്ത്യാനികളല്ല, സാധാരണ രീതിയിൽ കത്തോലിക്കർ എന്ന വിധത്തിൽ ജീവിക്കുന്നവരുടെ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി മടി കാണിക്കുന്ന ഈ നായാടി വർഗത്തിൽപ്പെട്ട ആളുകൾ പോലും അതിന്റെ ഉള്ളിലുണ്ട്. ഇവരെല്ലാവരും കൂടി ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോ ന്യൂസൊക്കെ കഴിയുമ്പോൾ ന്യൂസ് അകലിൽ നിന്ന് കേൾക്കാം, അത് കഴിയുമ്പോൾ ഞങ്ങൾ ചേർന്ന് പക്ഷേ പ്രാർത്ഥിക്കാനൊന്നും ഞങ്ങൾക്ക് അനുവാദമില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ശവക്കാളം എന്ന് പറയുന്ന ഒരു തുണിക്കഷ്ണമുണ്ട്. ആ തുണിക്കഷ്ണം ഞങ്ങള് മുഴുവനും നൂലാക്കിയിട്ട് എടുത്ത് അതുകൊണ്ട് കൊന്തയുണ്ടാക്കിയിട്ട് ആ കൊന്ത ഉരുട്ടിയിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന. ആ കൊന്തയുടെ പ്രാർത്ഥന കഴിയുമ്പോഴാണ് നിങ്ങൾ ഗാനങ്ങൾ പാടാനാണ് ഈ അലുമിനിയം പാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്താ തീഷ്ണത! വേട്ടൂരും പുലിയനും പറയനും മുസ്ലിമും ഹൈന്ദവനും ഒക്കെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന അനുഭവം. ആ അവസരത്തിലാണ് ഒരു നായാടി വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ പെട്ടെന്ന് കലശലായിട്ടുള്ള പനി, വിറയ്ക്കുന്ന പനി, തണുക്കാത്ത നനവില്ലാത്ത ഒരു സ്ഥലം പോലും ആ മുറിയിലില്ല. കെടുക്കാനുള്ളത് നനഞ്ഞ ചാക്ക്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 1959 കേരളത്തിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? കാരണന്മാർക്ക് ഓർക്കാം.
അവിടെയുള്ള ജയിൽ വാസികളൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന അവസരമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം ഭരിക്കാൻ ഇടവന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് EMS മന്ത്രിസഭയുടെ കാലത്താണ്. അതുകൊണ്ട് പുറത്ത് ഒരു കക്കൂസുണ്ട്. ആ കക്കൂസിലേക്ക് കടക്കുമ്പോൾ തലേ ദിവസം തന്നെ ഈ സമരത്തിൽപ്പെട്ട ആളുകളെ പീഡിപ്പിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പനി പിടിക്കിയ ആളിനെ ഉടൻ തന്നെ കക്കൂസിലേക്ക് പോകണം. പക്ഷേ കക്കൂസിലേക്ക് വിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല, ആൾക്ക് പോകാനും ധൈര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിലര് ഈ മനുഷ്യന്റെ ചുറ്റും കുത്തിയിരുന്നു, അങ്ങനെ കുപ്പിയിൽ കോർക്കിടണ മാതിരി. എന്നിട്ട് അവനെ നടുക്ക് വെച്ചിരുന്നിട്ട് നീ കക്കൂസിക്ക് പൊക്കടാന്ന് പറഞ്ഞു. എത്രയോ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങള്. അവൻ പനിച്ചു വിറയ്ക്കുകയാണ്. ആ അവസരത്തിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അവന് ചൂട് കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്? അന്ന് ഭൂഗർഭാലയത്തിൽ അവർ ജീവിച്ചതിന്റെ ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പൊരുള് ഞാൻ നിങ്ങൾക്ക് തന്നതാ. അത്രയും തീഷ്ണതയോടുകൂടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ ജീവിക്കുകയായിരുന്നു. ആദ്യമേ ക്രൈസ്തവര് ക്രിസ്തുവിനുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി. ആ അവസരത്തിലാണ് പട്ടാളത്തിൽപ്പെട്ട ഒരു ഏഷണിക്കാരൻ, ഒരു ഒറ്റുകാരൻ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ ഒരു ഒറ്റുകാരൻ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്ന് പറയുന്നത്, സെബാസ്റ്റ്യൻ ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്, അവൻ അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കുന്നുണ്ട്, ഭൂഗർഭാലയത്തിൽ അവന്റെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് ചക്രവർത്തിക്ക് ഒറ്റുകൊടുത്തു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ആളെ അയച്ച് സെബാസ്റ്റ്യനെ വിളിക്കുന്നു. സെബാസ്റ്റ്യനോട് ചോദിക്കുന്നു, താങ്കൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? സെബാസ്റ്റ്യൻ പറയുന്നു ചക്രവർത്തിയുടെ മുമ്പ്, സത്യമായിട്ടും ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ പൊരുളാണ് യേശുക്രിസ്തു. ചക്രവർത്തി പറയുന്നു, ജൂപ്പിറ്റർ ദേവനെ അവർ വണങ്ങുന്ന ദേവൻ അത് കല്ലും കുമ്മായും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദേവനാണ്, അത് വിഗ്രഹാരാധനയാണ് എന്ന് സെബാസ്റ്റ്യന് അറിയാം. ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഈ ജോലി തുടരാം. സെബാസ്റ്റ്യൻ ചക്രവർത്തിയോട് പറയുന്നു, ഒരിക്കലും ഞാൻ ജൂപ്പിറ്റർ ദേവനെ ഞാൻ ആരാധിക്കില്ല. ആരാധന വിഷയം എന്റെ ഉള്ളിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോ ആ ഡയോക്ലീഷ്യൻ ചക്രവർത്തി സെബാസ്റ്റ്യനോട് പറയുകയാണ്, താങ്കളെ വധിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, പ്രഭു അരുൾ ചെയ്താലും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സെബാസ്റ്റ്യനെ ഉടനെ തന്നെ ബന്ധിക്കുന്നു, മരത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു. ഉടനെ അമ്പെയ്ത് കൊല്ലാൻ കൽപ്പന കൊടുക്കുകയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ആ നിൽക്കുന്ന നിപ്പാണ് മക്കളെ സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ പടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഇന്നത്തെ ക്രിസ്ത്യാനികള് മദ്യം ഉപയോഗിച്ചുകൊണ്ട് മുണ്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണത്തിൽ സെബാസ്റ്റ്യന്റെ നിപ്പ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആടുന്ന ക്രിസ്ത്യാനികൾ എവിടെ? സെബാസ്റ്റ്യന്റെ ആധ്യാത്മിക ചൈതന്യം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടിട്ടാ തിരുനാൾ ആഘോഷിക്കണത്? സെബാസ്റ്റ്യൻ ആ മരത്തില് കെട്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആ നിപ്പ് കണ്ടോ? അമ്പങ്ങോട്ട് തൊടുത്ത് വിടുക. അങ്ങനെ ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ശരീരത്തിന്റെ ഉള്ളിലേക്ക് അമ്പങ്ങോട്ട് ചെയ്യുകയാണ്. ജീവനുള്ള മനുഷ്യൻ അത് ഏറ്റുവാങ്ങുകയാണ്. മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നിയുക്തമായിട്ടുള്ള പടയാളി പോകുന്നത്. സെബാസ്റ്റ്യൻ മോഹാത്സ്യത്തിലായിട്ടേ ഉള്ളൂ, മരിച്ചിട്ടുണ്ടായില്ല. ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഏതാനും ഭക്തസ്ത്രീകള്, ചിലരെങ്കിലും സ്ത്രീകൾ തന്നെയാണ് രംഗത്തുണ്ടാവുള്ളൂ. യേശുക്രിസ്തുവിന്റെ അനുഭവത്തിലും അതല്ലേ. മറ്റൊരു കൂടി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെയും രക്ഷിക്കാൻ സ്ത്രീകളെ ഉണ്ടായുള്ളൂ. ആ സ്ത്രീകളിൽ ചിലർ കണ്ട് ആ സെബാസ്റ്റ്യന്റെ ഈ നിൽപ്പ് കണ്ട് അതിനെ കെട്ടഴിച്ച് ശുശ്രൂഷിച്ചു. ചങ്കിലിട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി. അവർ വലിയ പഠനമൊന്നുമില്ല. ആ ചങ്കിലുള്ള ഇടിപ്പ് തുടച്ച് വൃത്തിയാക്കി അതിന് ശുശ്രൂഷ നൽകി സെബാസ്റ്റ്യന് ജീവൻ കിട്ടി. അങ്ങനെ അമ്പെയ്ത് കൊണ്ടിട്ടുള്ള വേദന എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സെബാസ്റ്റ്യൻ പിന്നീട് എന്താ ചെയ്യുക? ഞാൻ ഈ പണിക്കൊന്നുമില്ല, ഇതെന്തിനാ ഈ പാടിന് പോകണേ? ഇതാണ് സാധാരണ മലയാളികളുടെ ചിന്ത. സെബാസ്റ്റ്യൻ അതല്ല ചെയ്തത്. സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുമ്പാകെ നിന്ന് പറയുകയാണ്, അങ്ങനൊരു അവസരം ഉണ്ടായി. സാഹസികത ആ തരത്തിൽ കാണിച്ചതല്ല, സൈന്യാധിപനല്ലേ. അപ്പൊ ചക്രവർത്തി മരിക്കാൻ ഇടവന്നു എന്ന് വിചാരിച്ച ഈ മനുഷ്യനുണ്ട് വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്നു.
ധൈര്യത്തോടുകൂടി ചക്രവർത്തിയെ വധിക്കാനല്ല സെബാസ്റ്റ്യൻ നിൽക്കുന്നു. യേശുക്രിസ്തുവിൽ ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നു രാജാവേ എന്നാണ് ഈവൻ ചക്രവർത്തിയുടെ മുമ്പിൽ എന്ന് സെബാസ്റ്റ്യൻ ഏറ്റുപറയുന്നത്. ചക്രവർത്തി ഒരു നിമിഷം അന്തം വിട്ടു നിൽക്കുക. ഈ മനുഷ്യൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പോലും ഈ മനുഷ്യൻ മരിച്ചിട്ടില്ലേ? ഉടനെ തന്നെ ഗത കൊണ്ട്, ഇരുമ്പ് വടിയോ ഗതയോ എന്തെങ്കിലും ഒരു വടി എടുത്തിട്ട് അടിച്ച് അവിടെ വെച്ചിട്ട് കൊല്ലാനാണ് കൽപ്പന കൊടുക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് വീണ് മരിക്കുന്നത് സെബാസ്റ്റ്യൻ. ഇതാണ് സെബാസ്റ്റ്യൻ, ഇതാണ് ഈ അമ്പെടുക്കണ പെരുന്നാള്. ഇത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അല്പമെങ്കിലും ആവേശമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് സ്ഥാനം എവിടെ? ഇതെന്റെ മനസ്സിലുണ്ട് കുട്ടികളെ, ഇതെന്റെ മനസ്സിലുണ്ട് ഈ ചിന്ത. അതുകൊണ്ട് ഞാൻ റോമിൽ എന്റെ ഏതായിട്ടുള്ളൊരു പര്യടനം നടത്തുന്ന ഒരവസരത്തില് ദേവാലയങ്ങളൊക്കെ തിരിശേഷിപ്പുകളാ, എല്ലാം വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാ റോമിലെ. ഏത് ദേവാലയമാണെന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പല്ലേ ഒരു ദേവാലയത്തിൽ, വലിയൊരു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോ അതിന്റെ പ്രധാനപ്പെട്ട അൾത്താരയുടെ അടിയില് ഈ സെബാസ്റ്റ്യന്റെ മൃതശരീരം ഇങ്ങനെ ജീവനുള്ളതാണെന്ന് തോന്നത്തക്ക വിധത്തിൽ, മൃതശരീരം ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സജീവമായ രീതിയിൽ എങ്ങനെ കെടുത്തിയുള്ള ഒരു ചിത്രീകരണമുണ്ട്. പടമല്ല, രൂപം. എന്റെ ഉള്ളിലും ഒരു തരം വീരാധാരയുടെ ഒരു രക്തത്തിന്റെ തുടിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷേ ഞാനത് കണ്ടപ്പോ ഉടനെ തന്നെ ഞാൻ അവിടെ മുട്ടുമേ നിന്നു. ക്ഷമിച്ചിട്ട് ഞാൻ ആ മുട്ടുകുത്തി. ഞാൻ ഓർക്കുന്നു അത്. ഇത് ഞാൻ ചെറുപ്പത്തിലെ സെബാസ്റ്റ്യന്റെ ചരിത്രം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്. ഈ മനുഷ്യനെ കണ്ടോടുകൂടിയിട്ട് മരിച്ചു കിടക്കുന്നത് ചിത്രീകരണമാണ്. ഞാൻ റോമിൽ പല സ്ഥലത്തൊന്നും മുട്ടുകുത്തിയിട്ടില്ല. ആകെ മുട്ടുകുത്തിയിട്ടുള്ള 3 സ്ഥലത്താണ് ഞാൻ മുട്ടുകുത്തിയിട്ടുള്ളത്. ഒന്ന് ഈ സെബാസ്റ്റ്യൻ, മറ്റൊന്ന് സെന്റ് പോൾ, വിശുദ്ധ പൗലോസിന്റെ ശിരസ് വെട്ടിയെന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ആ സ്ഥലം സംരക്ഷിതമായിട്ടുള്ളൊരു മേഖലയാണ്. അതൊരു ദേവാലയത്തിന്റെ ഉള്ളിലാണത്. അതാണെന്ന് മനസ്സിലാക്കിയപ്പോ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചിന്തയുടെ അടിസ്ഥാനത്തില് അവിടെ നിന്ന് ഞാൻ മുട്ടുകുത്തി. ഞാൻ മറ്റൊരു അവസരം ഞാൻ മുട്ടുകുത്തിയത് നെത്തൂനയില് മരിയ ഗ്വാരിറ്റി, 12 വയസ്സ് പോലും തികയാത്ത ഒരു ബാലിക കുത്തേറ്റ് തെറ്റു ചെയ്യാൻ പ്രേരിപ്പിച്ച അലക്സാണ്ടറിന് മുമ്പില് അലക്സാണ്ടറെ തെറ്റു ചെയ്യരുത്, അത് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീറോടുകൂടി കുത്തേറ്റ് മരിച്ച ആ പെൺകുട്ടിയുടെ മുമ്പില് ഞാൻ മുട്ടുകുത്തി. ഈ 3 സ്ഥലത്തെ ഞാൻ മുട്ടുകുത്തിയിട്ടുള്ളൂ. ഇപ്പോ മുട്ടുകുത്താനും പറ്റുന്നില്ലേ? ഇത് മലയാളികളുടെ രക്തമാണ് മക്കളെ. ഈ രക്തമാണ് നമ്മുടെ ശിരകളിൽ കൂടി ഓടുന്നത്. അതുകൊണ്ട് നമ്മുടെ മലയാളം ഏത് ദേവാലയത്തിലും ആഘോഷിക്കുന്ന തിരുനാളാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യന്റെ തിരുനാള് കുറെ കോഴിയിറച്ചി തിന്നാനോ പോത്തിറച്ചി തിന്നാനോ ഉള്ള അവസരം മാത്രമായിട്ട് മാറ്റരുത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി സാഹസികത കാണിച്ച സെബാസ്റ്റ്യന്റെ, ഉടനീളം സാഹസികത കാണിച്ച സെബാസ്റ്റ്യന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോ മറ്റുള്ളവരെ കുതിര കയറാൻ വേണ്ടിയുള്ള സാഹസികതയല്ല മലയാളികളായ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അവരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ വേണ്ടി സാഹസികതയ്ക്ക് പോലും നമ്മൾ തയ്യാറാകേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ തിരുനാൾ നമ്മളെ സഹായിച്ചാൽ ധന്യമായി. നമ്മുടെ ജീവിതവും തിരുനാളാഘോഷങ്ങളും ഇടവരട്ടെ. ആഗ്രഹിക്കാം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യാം.